എന്താണ് ഇസ്രയേലിനോട് ഇറാന് ഇത്ര വിരോധമുണ്ടാകാൻ കാരണം? ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇസ്രയേലിനോട് പകയാണെങ്കിലും പലരും അത് കാര്യമാക്കിയിരുന്നില്ല. കാരണം പ്രതിരോധ സംവിധാനങ്ങൾ അത്ര ശക്തമായ ഇസ്രയേലിനെ ആക്രമിക്കുക ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഉടനെയെങ്ങും സാധ്യമല്ല. എന്നാൽ അതിൽ തന്നെ അത്ര മോശമല്ലാത്ത സൈനിക സംവിധാനങ്ങളുള്ളതും ആണവരംഗത്ത് ഒരു ശക്തിയായി മാറാൻ വേണ്ട തയ്യാറെടുപ്പിലുമായിരുന്നു ഇറാൻ. അതിനുവേണ്ടിയായിരുന്നു അവർ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ടെഹ്റാനിലെ പാലസ്തീൻ സ്ക്വയറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കൗണ്ട് ഡൗൺ ക്ലോക്കുണ്ട്. ആ ക്ലോക്കിന് മുകളിലായി പേർഷ്യൻ ഭാഷയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇസ്രയേൽ എന്ന രാജ്യത്തെ 25 വർഷങ്ങൾക്കകം നശിപ്പിക്കും എന്ന്. ഇത് ഇസ്രയേലികൾക്ക് മനസ്സിലാകാനായി ഹീബ്രു ഭാഷയിലും എഴുതിയിരിക്കുന്നു. അങ്ങനെ പബ്ലിക്കായി എഴുതി വച്ചിരിക്കുന്ന ഒരു രാജ്യത്തെ എങ്ങനെ ലോകം, പ്രത്യേകിച്ച് ഇസ്രയേൽ, വിശ്വസിക്കും? നാളെ ആ രാജ്യത്തിന് ആണവായുധങ്ങൾ ലഭിച്ചാൽ എന്താകും സ്ഥിതി? തീർച്ചയായും അവർ ഇസ്രയേലിനെ തകർക്കും, ഒരു സംശയവും വേണ്ട. ഈ ക്ലോക്കിൽ ഡിജിറ്റൽ കൗണ്ട് ഡൗൺ ഡിസ്പ്ലേ ഉണ്ട്. ക്ലോക്കിൻ്റെ പ്രധാന ഭാഗത്ത് സെക്കൻഡുകൾ ഉൾപ്പെടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ ടൈമറുണ്ട്. ഉപരോധ ഇളവുകൾക്കും മറ്റ് വ്യവസ്ഥകൾക്കും പകരമായി ഇറാനിയൻ ആണവ പദ്ധതി പരിമിതപ്പെടുത്തുന്നതിനുള്ള ഒരു കരാറിൽ ഇറാൻ 2015 ഒപ്പിടുന്നത്. ഈ കരാറിനെ ഇറാൻ കരാർ എന്നറിയപ്പെടുന്നു. അതിനുശേഷം ലക്ഷങ്ങൾ നിരന്ന ഒരു പ്രകടനത്തിൽ വെച്ച് ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമൈനി നടത്തിയ പ്രസംഗത്തിലാണ് 25 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഇസ്രയേലിനെ നശിപ്പിക്കും എന്ന് പ്രഖ്യാപനം നടത്തിയത്. അതിനെ ഓർമ്മിപ്പിക്കുവാൻ 2017 ജൂണിൽ ഖുദ്സ് ദിനത്തിലാണ് പാലസ്തീൻ സ്ക്വയറിൽ ഒരു വലിയ ഡിജിറ്റൽ കൗണ്ട് ഡൗൺ ക്ലോക്ക് ഇറാൻ അനാച്ഛാദനം ചെയ്തത്. ക്ലോക്ക് 8411 ദിവസങ്ങളിൽ നിന്ന് കൗണ്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങി. ഇത് 2040 ഒരു നിശ്ചിത തീയതി ലക്ഷ്യമാക്കിയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ എന്ന രാജ്യം ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമാകാൻ ഇനി എത്ര ദിവസങ്ങളും മണിക്കൂറുകളും ബാക്കിയുണ്ട് എന്ന് ഈ ക്ലോക്ക് നമുക്ക് കാണിച്ചു തരും. ഇസ്രയേലിനെ തകർക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്ത തിരക്കിലാണ് ഇപ്പോഴും ചിലർ. ഏകദേശം 20% മുസ്ലിങ്ങൾ ഇസ്രയേലിലുണ്ട്. ഇസ്രയേലിനെ നശിപ്പിക്കും, ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കും എന്നൊക്കെയുള്ള വീരവാദങ്ങൾ നൽകിയവരെല്ലാം ഈ ലോകം വിട്ടുപോയി. ഇന്നും യഹൂദനും ഇസ്രയേലും നിലനിൽക്കുന്നു, ഒരു ദൈവിക വാഗ്ദത്ത നിവൃത്തിയായി. ഇറാൻ യുദ്ധത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. യുദ്ധം തുടങ്ങി ആഴ്ചകൾ പിന്നിടുമ്പോഴേക്കും ഇറാനിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ഖമനേയി ഭരണകൂടത്തിലെ ഉന്നതർ ഓരോ ദിവസവും കൊല്ലപ്പെടുന്നു. ഖമനേയിയുടെ ഭരണകൂടത്തിലെ ഇപ്പോഴത്തെ പ്രധാനികളിൽ ഒരാളായിരുന്ന അലി ലറിജാനി കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് 30,000-ലധികം യുവാക്കളെ കൊന്നൊടുക്കിയ അവിടുത്തെ മതപോലീസായ ബസീജ് ഫോഴ്സിൻ്റെ ഹെഡായിരുന്ന കോലം റൈസ് സുലൈമാനിയും മന്ത്രി ഇസ്മായിൽ ഖത്തീബ്, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ വക്താവ് അലി മുഹമ്മദ് നൈനിയും ഇവരൊക്കെ അടുത്തടുത്ത ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇസ്രയേലിൻ്റെ കൈപ്പിടിയിലാണ് ഇപ്പോൾ ഇറാൻ എന്നതാണ്. രഹസ്യ ബങ്കറിൽ കഴിഞ്ഞിരുന്നവരായിരുന്നു ഇവരൊക്കെ എന്നതാണ് സത്യം. അവരെ കണ്ടെത്തി വ്യോമാക്രമണത്തിൽ കൂടി വധിക്കുകയായിരുന്നു. ഓരോരുത്തരും കൊല്ലപ്പെടുമ്പോഴും ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മൊജത്താബ ഖമനയുടെ പേരിൽ ഒരു പ്രസ്താവന ഇറങ്ങും: ഞങ്ങൾ പ്രതികാരം ചെയ്യും. ആ കടുത്ത ഭാഷയിലുള്ള മുന്നറിയിപ്പ് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമാണ്. പ്രമുഖരുടെ മരണം ഇറാനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു എന്ന് പറയാതെ വയ്യ. ഇറാന് ഇനി യുറേനിയം സമ്പുഷ്ടീകരണം സാധ്യമാകില്ല എന്നും ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാൻ കഴിയില്ല എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചതോടെ അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിലെ ആദ്യ ലക്ഷ്യം നേടിക്കഴിഞ്ഞു. ഇസ്രയേൽ ഇപ്പോൾ ഇറാനെതിരെ കരയുദ്ധത്തിനുള്ള സാധ്യതകൾ തേടുന്നതായിട്ടാണ് പുതിയ വിവരം. അടുത്ത ലക്ഷ്യം ഭരണമാറ്റമാണ്. ആ ലക്ഷ്യത്തോട് ഏതാണ്ട് അടുത്തു കഴിഞ്ഞു. ഇറാൻ്റെ പ്രതിരോധ മേഖല തകർന്നു കഴിഞ്ഞു എന്ന് ട്രംപ് തൻ്റെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിൽ ഉരുണ്ടുകൂടിയ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അതിനുള്ള നടപടികൾ അമേരിക്കയും മനസ്സില്ലാ മനസ്സോടെയെങ്കിലും നാറ്റോയും തുടങ്ങിക്കഴിഞ്ഞു.
കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഖമനേയി ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച 3 പേരെ കഴിഞ്ഞ ദിവസം പരസ്യമായി തൂക്കിലേറ്റി. ഇറാൻ്റെ ദേശീയ ഗുസ്തി ടീമിലെ 19 വയസ്സുകാരനായ ചാമ്പ്യൻ സാലിഹ് മുഹമ്മദിയാണ് അതിൽ പ്രമുഖൻ. റഷ്യയിൽ നടന്ന ഇൻ്റർനാഷണൽ കപ്പിൽ വെങ്കല മെഡൽ നേടിയ ഈ കൗമാരക്കാരൻ രാജ്യത്തിൻ്റെ അഭിമാനമാകേണ്ടവനായിരുന്നു. മൊഹദി കാസമി, സയ്യിദ് ദാവൂദി എന്നിവരാണ് ഇറാൻ ഭരണകൂടം പരസ്യമായി തൂക്കിലേറ്റിയ മറ്റ് 2 പേർ. ദൈവത്തിനെതിരെയുള്ള കുറ്റം ആയാണ് ഭരണകൂടത്തിനെതിരെയുള്ള ഏത് പ്രതിഷേധങ്ങളെയും ഇറാൻ ഭരണകൂടം കാണുന്നത്. ദൈവത്തിനെതിരെയുള്ള യുദ്ധം എന്ന കുറ്റം ചുമത്തിയാണ് ഇവർക്കിപ്പോൾ വധശിക്ഷ നൽകിയത്. പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ഇറാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന വകുപ്പാണിത്. കായിക താരങ്ങളെ വധിച്ചുകൊണ്ട് സമൂഹത്തിൽ ഭീതി പടർത്താനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഇതൊക്കെ മൂലവും ബസീജ് ഫോഴ്സിൻ്റെയും IRGCയുടെയും തകർച്ച പൂർണ്ണമല്ലാത്തതുകൊണ്ടും സാധാരണ ജനങ്ങൾ ഇതുവരെയും ഭരണകൂടത്തിനെതിരെ കലാപവുമായി വേണ്ട രീതിയിൽ മുൻപിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു നീക്കം ജനങ്ങളിൽ നിന്ന് ഉടൻ ഉണ്ടാകും എന്നാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും പ്രതീക്ഷ. ഇറാനിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇസ്രയേലിലേക്കും മിസൈലുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. മിസൈൽ വീണുള്ള ആളപായങ്ങൾ ഇതുവരെ കുറവാണെങ്കിലും മിസൈൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ് ഇറാൻ. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വലുതാവുകയാണ്. ഈ യുദ്ധത്തിൽ ഗൾഫ് മേഖലയെ കൂടി വലിച്ചിറക്കത്തക്ക നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇറാൻ എത്രയും പെട്ടെന്ന് ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങളൊന്നാകെ ശക്തമായ ഭാഷയിൽ ഇറാനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ലോകത്ത് ആവശ്യമുള്ള എണ്ണയുടെ നല്ലൊരു ശതമാനവും വരുന്ന ഗൾഫ് മേഖലയിൽ ഇത്തരമുള്ള ഒരു പ്രതിസന്ധി ഉയരുമ്പോൾ അത് ക്രൂഡ് ഓയിലിൻ്റെ വില ഉയരുന്നതിന് കാരണമാവുന്നു. അങ്ങനെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിന് അത് വഴിവെക്കുന്നു.